ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് വീണ്ടും സ്വാഗതം. ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറഞ്ഞാൽ ഈ കാണുന്ന ഒരു പുതിയ മോഡൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 2022 മോഡലാണ്. അത്രയ്ക്ക് ലേറ്റസ്റ്റ് പുതിയ മോഡലൊന്നുമല്ല. അപ്പോൾ ഈ ഒരു മോഡൽ ഇന്ത്യയിൽ ഉണ്ടോ ഇല്ലയോ എന്നുള്ള കാര്യം എനിക്കറിയില്ല. ഉണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്യണം. അപ്പോൾ ഇതൊരു സ്കോഡയാണ്. അപ്പോൾ ഈ വാഹനത്തിൻ്റെ എഞ്ചിൻ ഓയിൽ സർവീസും അതേമാതിരി തന്നെ ഇൻസ്പെക്ഷൻ സർവീസും നമുക്ക് വാഹനത്തിൻ്റെ അകത്ത് തന്നെ റീസെറ്റ് ചെയ്യാൻ സാധിക്കും. അതെങ്ങനെയാണെന്ന് എന്നാണ് ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറയുന്നത്. അപ്പോൾ അത് റീസെറ്റ് ചെയ്യുന്ന പ്രൊസീജിയർ ഞാൻ നിങ്ങളെ കാണിച്ചു തരാം. അപ്പോൾ വാഹനം സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇതിൻ്റെ അകത്ത് സർവീസ് ഡ്യൂ എത്രയാണ്, അതേമാതിരി കാര്യങ്ങളൊക്കെ നമുക്ക് ഇതിൻ്റെ സെൻറ്റർ ഡിസ്പ്ലേയിലെ സെറ്റിങ്ങിൽ പോയി കഴിഞ്ഞാൽ താഴോട്ട് പോയി കഴിഞ്ഞാൽ നമുക്ക് കാണാൻ സാധിക്കും. ഇതിൻ്റെ സർവീസിൽ പോയി കഴിഞ്ഞാൽ നമുക്ക് ഇതിൻ്റെ അകത്ത് എത്ര പെൻഡിങ് ഉണ്ട് എന്നുള്ളതൊക്കെ കാണാം. എന്നാൽ നമുക്ക് ഈ വാഹനം ഇവിടെ നിന്ന് നമുക്ക് റീസെറ്റ് ചെയ്യാൻ സാധിക്കത്തില്ല. നമുക്ക് ചെക്ക് ചെയ്യാൻ മാത്രമേ സാധിക്കത്തുള്ളൂ. അപ്പോൾ ഇത് റീസെറ്റ് ചെയ്യേണ്ട സ്ഥലം എന്ന് പറയുന്നത് വാഹനത്തിൻ്റെ സ്റ്റിയറിങ്ങിൽ നിന്ന് തന്നെയാണ്. അപ്പോൾ സ്റ്റിയറിങ്ങിലുള്ള ഈ റൈറ്റ് സൈഡിലുള്ള സ്വിച്ച് വഴിയാണ് നമുക്ക് സെറ്റ് ചെയ്യുന്നത്. അതിനായിട്ട് നമുക്ക് ആദ്യം തന്നെ ഇഗ്നിഷൻ ഓൺ ചെയ്യണം. ഇഗ്നിഷൻ ഓൺ ചെയ്ത് കഴിഞ്ഞാൽ നമുക്കിത് ഇവിടെ ആയിട്ട് ഈ സ്വിച്ച് റൈറ്റ് സൈഡിലുള്ള സ്വിച്ച് സ്ക്രോൾ ചെയ്ത് പോയി കഴിഞ്ഞാൽ കുറേ കാര്യങ്ങളൊക്കെ നമുക്ക് സെറ്റ് ചെയ്യാൻ സാധിക്കും. അതേപോലെ ചെക്ക് ചെയ്യാനും കാര്യങ്ങളൊക്കെ എല്ലാം സാധിക്കും. അതിൻ്റെ അകത്ത് നമുക്ക് പോകേണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ ഡ്രൈവിംഗ് ഡാറ്റ അല്ലെങ്കിൽ വെഹിക്കിൾ ഡാറ്റ എന്നുള്ളൊരു ഓപ്ഷൻ ഉണ്ട്. അപ്പോൾ ഇതിൽ കുറേ കാര്യങ്ങൾ നിങ്ങൾക്ക് ഇവിടെ ചെക്ക് ചെയ്യാനും സെറ്റ് ചെയ്യാനൊക്കെ സാധിക്കും. ഇത് കണ്ടല്ലോ, ഇവിടെ ഇതേമാതിരിയുള്ള കുറേ കാര്യങ്ങൾ നമുക്കിവിടെ സെറ്റ് ചെയ്യാം. അപ്പോൾ ഇതിൻ്റെ അകത്ത് നമുക്ക് വേണ്ട ഒരു പൊസിഷൻ എന്ന് പറയുന്നത് ഡ്രൈവിംഗ് ഡാറ്റ എന്ന് പറയുന്ന അവിടെ പോയി കഴിഞ്ഞാൽ ഇതേമാതിരി ഒരു ഓപ്ഷൻ കാണാം. അതിൽ നമുക്ക് ഫ്യൂവലിൻ്റെ റേഞ്ച് നമ്മൾ എടുക്കണം. ഇത് കണ്ടല്ലോ, റേഞ്ച് പ്രസ് ചെയ്യണം. ഈ ഒരു റേഞ്ച് എത്തിയതിന് ശേഷം നമ്മൾ ഈ സ്വിച്ച് പ്രസ് ചെയ്ത് കുറച്ച് നേരം ഹോൾഡ് ചെയ്ത് പിടിക്കണം. ഈ റേഞ്ച് കൊണ്ടുവെക്കണം. അതിനുശേഷം ഇവിടെ നിങ്ങൾക്ക് പ്രസ് ചെയ്ത് ഹോൾഡ് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ ഇതേമാതിരി ഒരു ഓപ്ഷൻ കാണാം. അതിൻ്റെ അകത്ത് നമുക്ക് റീസെറ്റ് ഓയിൽ സർവീസ്, അതേമാതിരി തന്നെ റീസെറ്റ് ഇൻസ്പെക്ഷൻ കാര്യങ്ങളെല്ലാം തന്നെ പ്രസ് ചെയ്ത് പോയി കഴിഞ്ഞാൽ നമുക്ക് റീസെറ്റ് ചെയ്യാം. അപ്പോൾ ഇതിലിപ്പോൾ സർവീസോ കാര്യങ്ങൾക്കോ വേണ്ടിയിട്ടോ എന്നല്ല വന്നത്, ഞാൻ എങ്ങനെയാണ് റീസെറ്റ് ചെയ്യുന്നത് മാത്രമേ എൻ്റെ വീഡിയോ കൊണ്ട് ഉദ്ദേശിക്കുന്നുള്ളൂ. അപ്പോൾ ഇത് പ്രസ് ചെയ്ത് പോയി കഴിഞ്ഞാൽ നമുക്കത് റീസെറ്റ് ചെയ്യാൻ സാധിക്കും. ഈ ഒരു ഓപ്ഷനിലാണ്, ഇവിടെയാണ് അതിൻ്റെ റീസെറ്റിൻ്റെ ഓപ്ഷൻ കൊടുത്തിട്ടുള്ളത്. അല്ലാതെ സെൻട്രൽ ഡിസ്പ്ലേയിൽ നമുക്ക് ചെക്ക് ചെയ്യാൻ മാത്രമേ സാധിക്കത്തുള്ളൂ. ഇനി അത് പ്രസ് ചെയ്ത് പോയി കഴിഞ്ഞാൽ നമുക്ക് ഇൻസ്പെക്ഷനും അതേമാതിരി തന്നെ ഓയിൽ സർവീസും എല്ലാം തന്നെ ഇവിടെ നമുക്ക് റീസെറ്റ് ചെയ്യാൻ സാധിക്കും. ഇവിടെ താഴെയായിട്ട് ട്രിപ്പ് റീസെറ്റും കാര്യങ്ങളെല്ലാം അതും കൊടുത്തിട്ടുണ്ട്. നമുക്ക് സെൻട്രൽ ഡിസ്പ്ലേയിൽ റീസെറ്റ് ചെയ്യാൻ സാധിക്കത്തില്ല ഈ മോഡൽ വാഹനങ്ങളുടെ. അപ്പോൾ കൂടുതൽ ജർമ്മൻ വാഹനങ്ങൾ ടെക്നിക്കൽ സപ്പോർട്ടൊക്കെ താല്പര്യമുള്ളവരാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്.